തന്റെ ചാർച്ചക്കാരി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. ലൂക്കോസ് 1:36-37 വാക്യങ്ങൾ. എലിശബത്ത് ദൈവഭക്തിയായ ഒരു സ്ത്രീയുടെ മാതൃകയാണ്. അവൾ ദൈവത്തെ സ്നേഹിച്ചു. ഭർത്താവിനോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും വിശ്വസ്തയായിരുന്നു. പുരോഹിതനായ സെക്കരിയാവിന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തി. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിശബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സു ചെന്നവരുമായിരുന്നു. എലിസബത്ത് ആത്മാർത്ഥമായി എല്ലാ കൽപ്പനകളിലും കുറ്റമില്ലാത്തവളായി ജീവിച്ചു. എലിസബത്ത് മച്ചിയായത് ഒരിക്കലും അവളുടെ പാപം നിമിത്തമല്ല എന്ന് നമ്മോട് പറയാനാവാം. ലൂക്കോസ് കുറ്റമില്ലാത്ത അവരുടെ ജീവിതം വരച്ചു കാട്ടുന്നത്. പരമാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിച്ച തങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കാത്തതിൽ അവൾക്ക് പരിഭവമുണ്ടായിരുന്നോ എന്നറിയില്ല. വിശ്വാസത്തിൽ അവൾ തളർന്നുപോയോ അറിയില്ല. പക്ഷേ അവർ പ്രാർത്ഥന തുടർന്നിരുന്നു. ദൂതൻ അവനോട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. കുട്ടികളില്ലാത്ത അപമാനം അവൾ സഹിച്ചു. അവൾ വളരെ പ്രാർത്ഥിച്ചു. ദേവാലയത്തിലെ തന്റെ നിശ്ചിത സമയം കഴിഞ്ഞ് സെക്കരിയാവ് വീട്ടിലെത്തിയ ആ ദിവസം സങ്കൽപ്പിക്കുക. അവളുടെ ഭർത്താവിന് സംസാരിക്കാൻ കഴിയുന്നില്ല. വയസ്സു ചെന്ന തനിക്ക് കുഞ്ഞുണ്ടാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ലഭിച്ച ശിക്ഷയാണ് ഈ മൗനം. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ സംസാരിക്കാൻ കഴിയാതെ ഊമനായി തുടരും എന്ന് ദൂതൻ സെക്കരിയാവിനോട് പറഞ്ഞു. എലിശബത്തിന് ദൂതന്റെ ദർശനം ഉണ്ടായില്ല. പക്ഷേ അവൾ അവിശ്വാസത്തിൽ സംസാരിക്കുന്നതായി നാം കാണുന്നില്ല. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിശബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ലൂക്കോസ് 1:24-25 വാക്യങ്ങൾ. മനുഷ്യരുടെ ഇടയിൽ തനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് തന്നെ കടാക്ഷിച്ചു എന്ന് എലിശബത്ത് ഓർത്തു. 5 മാസം ഒളിച്ചു പാർത്തു. 6-ാം മാസത്തിൽ തന്നെ കാണുവാൻ എത്തുന്ന മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയുടെ വാക്കുകൾ എപ്പോഴും താഴ്മയുടേതും അനുഗ്രഹത്തിൻ്റെതുമായിരിക്കും. മറ്റുള്ളവരിലെ നന്മ സന്തോഷത്തോടെ ആഘോഷിക്കുവാനും സ്വാർത്ഥത മാറ്റിവെക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.